ഈ ദേശനിവാസികൾക്ക് ഈ ഉച്ചയായ സമയത്ത് ഉച്ചഭാഷിണിയിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും യുവതലമുറയെ തിരികെ പിടിക്കുവാൻ പല ശ്രമങ്ങളും മനുഷ്യൻ നടത്തുമ്പോഴും അവയെല്ലാം മുമ്പേ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ മാറ്റം വരുത്തിയ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ലോകത്തിന്റെ രക്ഷകനും ഞങ്ങളുടെ രക്ഷകനും ആയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ, നിങ്ങളുടെ അനുഭവങ്ങളെ അറിയിക്കുവാൻ, ക്രിസ്തീയ സന്ദേശങ്ങളെ അറിയിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ വരുത്തുന്ന സമാധാനം തരുന്ന ക്രിസ്തീയ സന്ദേശത്തെ അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് പുറകിൽ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ അനുഭവിച്ച ഇന്ന് കർത്താവിന്റെ വേലയിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശിഹാബുദ്ദീൻ പുനലൂരാണ് ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളിൽ നിന്നുമൊക്കെ ഇന്നലകളിൽ അനേകർക്ക് തലവേദനയായി ജീവിച്ച ഒരു പശ്ചാത്തലങ്ങൾ തന്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്റെ അനുഭവങ്ങളിൽ തന്നെ വിടുവിച്ച യേശുവിനെ കുറിച്ച്, താൻ അനുഭവിച്ച ദൈവിക വിടുതലുകളെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുവാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശിഹാബുദ്ദീൻ പുനലൂർ അവരെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൂരസഞ്ചാരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും അഖില ലോകരക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യവും പരിപാലനവുമായ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വളരെ ശക്തമായിട്ട് അടിവരയിട്ടുകൊണ്ട് അസന്നിഗ്ധമായി നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ തിരുവചനം എങ്ങനെയാണ്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്റെ എഴുത്തുകാരിലൂടെ വ്യക്തമായി ലോക മനുഷ്യനോട് വിളിച്ചറിയിച്ചത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന്റെയും വാസസ്ഥലം ഗന്ധകം കത്തുന്ന, കെടാത്ത തീയുള്ള, ചായാത്ത പുഴുക്കളുള്ള നിത്യ നരകമാണ് എന്ന് വ്യക്തമായി നമ്മോട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം ഒന്ന് ചിന്തിക്കണം. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന, നശ്വരമായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് പാർക്കണമെങ്കിൽ ഇവിടുത്തെ നിയമമനുസരിച്ച് പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, അതുപോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെയും നാം നമ്മുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിന് ചേർക്കുമ്പോൾ അവരുടെ ജനന മരണ സമയങ്ങളിലൊക്കെയും അവരുടെ വിവാഹ നടക്കാൻ പോകുന്ന സമയങ്ങളിൽ, അങ്ങനെ വസ്തുവകകൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ഒക്കെ നാം നമ്മുടെ പേരുകൾ ഈ ഇന്ത്യയുടെ നിയമമനുസരിച്ച് അതാത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തേ കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും ക്രയവിക്രയങ്ങൾ നടത്തുവാൻ കഴിയുകയില്ല. കാരണം ഈ ലോകത്തിൽ, ഇന്ത്യയിൽ നാം ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും നാം അനുസരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇന്ത്യയുടെ അധികാരത്തിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകുന്ന ഈ ലോകത്ത് വെറും ഒരു മനുഷ്യനായിരിക്കുന്ന, അല്ലെങ്കിൽ വെറും മനുഷ്യരുടെ അധികാരങ്ങൾ നാം ഇത്രത്തോളം അനുസരിക്കേണ്ടി വരുന്നുവെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ച
ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ, സകല സൃഷ്ടികളുടെയും ഉടയവനായിരിക്കുന്ന, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രമാണം നാം അനുസരിക്കാതെ, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് ചേർക്കപ്പെടാതെ ഈ ലോകത്തു നിന്ന് നാം മാറ്റപ്പെട്ടു പോയാൽ, ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചറിയിച്ചതുപോലെ ഗന്ധകം കത്തുന്ന, കെടാത്ത തീയുള്ള, ചാകാത്ത പുഴുക്കളുള്ള നിത്യനാശത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മനുഷ്യന്റെ നിയമങ്ങൾക്ക് ഇത്രമാത്രം അധികാരമുണ്ടെങ്കിൽ, പവറുണ്ടെങ്കിൽ, സകല ലോകത്തെയും സൃഷ്ടിച്ച, സകല പ്രപഞ്ചത്തിന്റെയും ഉടയവനായിരിക്കുന്ന, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിയമങ്ങൾക്ക് എത്രമാത്രം അധികാരമുണ്ടായിരിക്കുമെന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇത് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മുസൽമാനായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട്, ഇനി അതുമല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ക്രിസ്തീയ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിന്റെ രക്ഷയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന പലരും ഒരുപക്ഷെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, സ്നേഹിത, താങ്കളുടെ ആത്മാവെന്ന് താങ്കളിൽ നിന്ന് വേർപെട്ടുപോയാൽ അടുത്ത നിമിഷം താങ്കളുടെ ജീവിതം എവിടെയായിരിക്കുമെന്ന് താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വാഹനയാത്ര ചെയ്യുമ്പോഴും, ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും, ഉറങ്ങാൻ കിടക്കുമ്പോഴും, ഏത് സമയവും മനുഷ്യനെ മരണം കാർന്നു പിടിക്കുന്ന കാഴ്ചകൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രനവമാധ്യമങ്ങളിലൂടെ കേട്ട ഒരു വാർത്തയും ആ വിഷ്വലും എങ്ങനെയായിരുന്നു? ഒരു കുടുംബവുമായി, തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഒരു പ്രിയപ്പെട്ടവൻ ആഹാരം കഴിക്കാൻ ഹോട്ടലിൽ കയറി ചെന്നു. ആഹാരത്തിന് ഓർഡറൊക്കെ കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആ കുടുംബം അവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് തന്റെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ചു. ആ ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് തന്നെ താൻ മരിച്ചു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു ചില ദിവസങ്ങൾക്ക് മുമ്പേ. ഇത് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. മരണം അതിന്റെ കരാളഹസ്തം കൊണ്ട് നമ്മെ മാടി വിളിക്കും മുമ്പേ, മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ വാരിപ്പുണരും മുമ്പേ, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നാം രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ, ഈ ലോകത്തു നിന്ന് നാം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ നാം പോകുന്നത് നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന, കെടാത്ത തീയുള്ള, ചാകാത്ത പുഴുക്കളുള്ള നിത്യ നരകാഗ്നിയിലേക്കായിരിക്കുമെന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മരണമെന്ന് പറയുവാൻ കഴിയത്തില്ല. മരണം സത്യമാണ്, ഉറപ്പാണ്. പക്ഷേ സമയം എപ്പോഴാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല. ഏത് നിമിഷവും നമ്മുടെ ആത്മാവിനെ ദൈവം ചോദിക്കും. ഈ ലോകത്തിൽ നാം പലതും സമ്പാദിച്ചു നേടിയെടുത്തിരിക്കാം, പലതും വെട്ടിപ്പിടിച്ചിരിക്കാം, പലതും തട്ടിപ്പറിച്ചെടുത്തിരിക്കാം. ഇതൊന്നും നമ്മളെ നിത്യമാകുന്ന രക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ല എന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എന്നെ രക്ഷിക്കും, എനിക്ക് ഈ ഭൂമിയിലുള്ള പൊളിറ്റിക് പിൻബലം അതെന്നെ രക്ഷിക്കും, എന്റെ പാരമ്പര്യം എന്നെ രക്ഷിക്കും, ഞാൻ പഠിച്ചെടുത്ത അറിവുകൾ, എന്റെ ജ്ഞാനം എന്നെ രക്ഷിക്കും എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഈ പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്ന് താങ്കളെ രക്ഷിച്ചെടുക്കാൻ ലോകത്തിലൊരു അധികാരത്തിനും കഴിയത്തില്ല എന്ന് ശക്തമായി അടിവരയിട്ടുകൊണ്ട് ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ ഭൂമിയിൽ ആകാശത്തും ചുവട്ടിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് ഇവിടെ ഞങ്ങൾ അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. താങ്കൾ ഒരുപക്ഷെ വലിയ പാരമ്പര്യ ശക്തിയാൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. താങ്കളുടെ പാരമ്പര്യമൊന്നും താങ്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ താങ്കളെ നിത്യതയിലേക്ക് എത്തിക്കത്തില്ല. ഇവിടെ ഒരുപക്ഷെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. ഒരുപക്ഷെ താങ്കളുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട്
വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുവാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം ചമച്ചു കൊടുത്തിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ വാടക കൊടുക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു മാസം വാടക കൊടുത്തിരിക്കാം. പക്ഷേ താങ്കൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കൊണ്ട് താങ്കൾക്ക് നിത്യരക്ഷ അവകാശമാക്കാമെന്ന് താങ്കൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിലല്ലാതെ ഈ ലോകമാനവരാശിക്ക് ഒരു രക്ഷയുമില്ല. ഒരു സമ്പത്ത് കൊണ്ടും കർത്താവിന്റെ രക്ഷ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, കർത്താവിന്റെ രക്ഷ നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. സകല ലോകത്തിനും വേണ്ടി ദൈവമായിരുന്നവൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ യേശു എന്ന രക്ഷിതാവിലല്ലാതെ ലോകമാനവരാശിക്ക് ഒരു രക്ഷയുമില്ല എന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് ഇന്ന് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ക്രിസ്ത്യാനികളായാണ്, ക്രിസ്ത്യാനികൾക്ക് ഇനി യേശുവിന്റെ രക്ഷ ആവശ്യമില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്ക് ഈ രക്ഷ ആവശ്യമില്ല. ഞങ്ങൾ മുസൽമാനാണ്, ഞങ്ങൾക്ക് ഈ രക്ഷ ആവശ്യമില്ല. പ്രിയ സഹോദര, നിങ്ങളോട് ഇത് വിളിച്ചു പറയുന്ന എന്റെ പേര് ശിഹാബുദ്ദീൻ എന്ന ഒരു പാരമ്പര്യ ഇസ്ലാം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ജീവിതത്തിന്റെ എല്ലാ നാശരൂപങ്ങളിലൂടെയും കടന്നുപോയി മറ്റുള്ളവർക്ക് തലവേദനയായി ജീവിച്ചുകൊണ്ടിരുന്ന ശിഹാബുദ്ദീൻ 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്തപ്പോൾ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശബ്ദം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുപോയി രക്ഷിപ്പാൻ കഴിയുന്ന യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പരിശുദ്ധാത്മാവിന്റെ കാതിൽ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവനായി യേശുവിന്റെ മഹിമകളുടെ സാക്ഷിയായി ഞാൻ ഈ ഭൂമിയിലെ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാൻ സഞ്ചരിച്ച പാതകളിലൂടെ, ഞാൻ ജീവിച്ച പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം താങ്കൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തലമുറയെ ചൊല്ലിയുള്ള പ്രയാസങ്ങളിൽ, കുടുംബത്തെ ചൊല്ലിയുള്ള പ്രയാസങ്ങളിൽ, നാളെയെ കുറിച്ചുള്ള ആകുല ചിന്തകളിൽ ഭാരപ്പെട്ട് എങ്ങനെയും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് ഒരു തുള്ളി വിഷത്തിലോ ഒരു ചാൻ കയറിലോ താങ്കളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമാണ് താങ്കളെങ്കിൽ ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയം ഞങ്ങൾ താങ്കളോട് വിളിച്ചു പറയുന്നു, താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കളെ ഏത് പ്രതിസന്ധികളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ താങ്കളുടെ എല്ലാ പ്രശ്നത്തിനുള്ള മറുപടിയുണ്ട്. താങ്കൾ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും അതിൽ നിന്ന് കയറി വന്നാൽ നിന്നെ രക്ഷിക്കാമെന്ന് പറയുന്ന ഒരു ദൈവമല്ല, മറിച്ച് നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ച് നിത്യതയിലേക്ക് നടത്തുവാൻ കഴിയുന്ന, നിത്യസമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന, നിത്യമായ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന വാഗ്ദത്തം ചെയ്ത നല്ല രക്ഷിതാവായ, സമാധാനത്തിന്റെ പ്രഭുവായ, ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആഗ്രഹിക്കുക. നീ രക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. അവിടെ നാം ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പത്തിനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കാം, വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, കാണാൻ സുന്ദരന്മാരായിരിക്കാം, സുന്ദരിമാരായിരിക്കാം, എന്നാൽ ഇതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ പര്യാപ്തമായ ഏക നാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുവിനെ ഈ പകൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവിനെ രക്ഷിതാവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. അല്ലാതെ നാം യാഗം ചെയ്തതുകൊണ്ടോ, ഹോമം ചെയ്തതുകൊണ്ടോ, നേർച്ച കഴിച്ചതുകൊണ്ടോ, കാഴ്ച കഴിച്ചതുകൊണ്ടോ, ആടിനെ വെട്ടിയതുകൊണ്ടോ, കാളയെ വെട്ടിയതുകൊണ്ടോ, കോഴിയേറുത്തത് കൊണ്ടോ, മനുഷ്യന്റെ തലയേറുത്തത് കൊണ്ടോ മാനവരാശിക്കൊരു രക്ഷയും ലഭിക്കത്തില്ല എന്ന് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, ഇതൊക്കെ കർമ്മമാർഗങ്ങൾ കൊണ്ട് രക്ഷ നേടിയെടുക്കാമെന്ന മൂഢ ചിന്താഗതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിഹാബുദ്ദീൻ. കർമ്മമാർഗങ്ങൾ ചെയ്തുകൊണ്ട് പാപത്തിന്റെ രക്ഷ നേടിയെടുക്കാമെന്ന് വിശ്വസിച്ച് 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത വ്യക്തിയാ. അങ്ങനെ നമസ്കാരങ്ങൾ ചെയ്തു, നോയമ്പുകൾ അനുഷ്ഠിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യനാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചെടുക്കുവാൻ കഴിയാതെ ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും, ഞാൻ പഠിച്ചിരുന്ന എല്ലാ നിയമങ്ങളും എന്നെ നാശത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തേടിപ്പോകാത്ത, എന്നെ സ്നേഹിക്കുന്ന യേശു എന്ന ലോകരക്ഷിതാവ് ഞാൻ ആയിരുന്ന റൂമിനുള്ളിൽ ഇറങ്ങി വന്ന് എന്നെ നിത്യമായ സന്തോഷത്തിലേക്ക് വഴി നടത്തുവാൻ ഇടയായി തീർന്നതുകൊണ്ട് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷത്തിന്റെ വക്താവായി ഇന്ന് ഈ ദേശത്തും ശിഹാബുദ്ദീൻ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ
പറയട്ടെ, ഇന്ന് നാം മരണപ്പെട്ടാൽ നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കേ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇന്ന് നമ്മുടെ ജീവനെ ദൈവം ചോദിച്ചാൽ നാം എവിടെയാണ് നമ്മുടെ നിത്യത ചെലവഴിക്കുന്നത്? നിത്യനാശത്തിലോ അതോ ദൈവത്തോടൊപ്പം നിത്യപരദേശയിലോ? ഒരു നിമിഷം താങ്കളൊന്ന് ചിന്തിച്ചാട്ടെ പ്രിയമുള്ളവരെ. നമ്മെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ആ ദൈവത്തിന്റെ ജീവശ്വാസം നമ്മുടെ മൂക്കിലേക്ക് ഊതി ആ ദൈവത്തോടൊപ്പം വാഴുവാൻ ഏദൻ പർദീസയിൽ നമ്മെ ആക്കി വെച്ചു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ആദിമനുഷ്യരായ ആദവും ഹൗവയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയിലേക്ക് നിപതിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ആ ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു താൻ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഈ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ മനുഷ്യാവതാരമെടുത്തി ഭൂമിയിൽ അവതരിച്ച് രണ്ട് മനുഷ്യരുടെ മധ്യത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ വരുന്ന ഒരു വ്യക്തിയെ മൂന്നാമത്തെ ഒരു മധ്യസ്ഥനായി യേശു എന്ന രക്ഷിതാവ് എനിക്കും ദൈവത്തിനും മധ്യേ, നമുക്കും ദൈവത്തിനും മധ്യേ ദൈവത്തിന്റെ മധ്യസ്ഥനായി ഈ ഭൂമിയിൽ അവതരിപ്പാനിടയായി തീർന്നു. ആ യേശുവിലല്ലാതെ മാനവരാശിക്കൊരു രക്ഷയുമില്ല എന്ന് ശിഹാബുദ്ദീൻ അടിവരയിട്ടുകൊണ്ടെന്ന് വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, നാം ഒരുപാട് പേരോട് പ്രാർത്ഥിക്കുന്നുണ്ട് പലരും. എന്നാൽ വ്യക്തമായി തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ദൈവത്തിനും നമുക്കും മധ്യേ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. നമുക്കൊരു അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനമില്ല, നമ്മളൊരു വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനമില്ല. എനിക്കും ദൈവത്തിനും നമുക്കും ദൈവത്തിനും മധ്യേ ഏക മധ്യസ്ഥനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശിഹാബുദ്ദീൻ പ്രസംഗിക്കുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു മധ്യസ്ഥനുമില്ല, മറ്റൊരു രക്ഷിതാവുമില്ല എന്ന് അസന്നിഗ്ധമായ അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറയുക. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി താങ്കൾ സ്വീകരിക്കുക. എപ്പോഴാണ് താങ്കളുടെ ജീവൻ ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് പറയാൻ കഴിയത്തില്ല. മരണം നമ്മെ വാരിപ്പുണരും മുമ്പേ ഈ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് താങ്കൾ അടുത്തു വരിക. ഇത് വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ ജൽപ്പനമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തിന്റെ തിരുവെഴുത്തു അടിവരയിട്ടുകൊണ്ട് പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു ആരാണ്, എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്. എങ്ങനെ രക്ഷിക്കപ്പെടണം? ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു എന്ന് തിരുവെഴുത്ത് നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് താങ്കൾ വിവിധ വിശ്വാസ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ താങ്കൾ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ യഹൂദനോ യവനനോ ബർബരനോ ഏതു വ്യക്തിയുമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിലുള്ള രക്ഷ താങ്കൾക്ക് ലഭിച്ചില്ല എങ്കിൽ താങ്കൾ നിത്യമായ നാശത്തിന്, ന്യായവിധിക്ക് യോഗ്യനായി മാറുമെന്നുള്ള സത്യം ഞങ്ങൾ ഈ പകലിൽ ദേശത്തോട് വിളിച്ചറിയിക്കുന്നു. ഈ കർത്താവിനെ നാം രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക. വചനം വ്യക്തമായി പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ മുസൽമാനും ഇല്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, സകല മനുഷ്യർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിരിക്കുക. താങ്കൾക്ക് ഒരു ദൈവവേദലായി മാറണോ? താങ്കൾക്ക് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കണോ? അതിന് യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല, യേശുവല്ലാതെ ഒരു വാതിലില്ല. യേശുവിനെ താങ്കൾ അനുഗമിക്കുമെന്ന് നിത്യമായ സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ താങ്കൾ യോഗ്യനായി മാറും. ഇതല്ലാതെ മറ്റൊരു സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. യേശു കർത്താവ് കാണിച്ചു നൽകിയ ഈ മാതൃകയല്ലാതെ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞ ഈ വചനമല്ലാതെ നമുക്ക് മറ്റൊന്നും പറയുവാനില്ല. യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചാട്ടെ. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് മാതൃകയായി കാണിച്ചു നൽകിയ നിവഞ്ചന സ്നാനം സ്വീകരിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിതത്തിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഞങ്ങൾ അവൻ ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടവരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന്റെ തിരുവചനം 66 പുസ്തകങ്ങളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങൾ സ്നാനപ്പെടണമെന്ന്, അല്ലെങ്കിൽ എന്താണ് സ്നാനമെന്ന്. വിശുദ്ധ തിരുവെഴുത്ത് മത്തായി സുവിശേഷം 3-ാം അധ്യായം വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുമ്പോൾ ആ മാതൃക അനുഗമിക്കാതെ ലോക മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഇമ്പങ്ങൾക്കനുസരിച്ചും വചനത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചും കൊണ്ട് നാം മുന്നോട്ട് ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് ജീവിച്ചാൽ നിത്യമായ നാശത്തിലേക്ക് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾ വിസ്മരിച്ചു കളയരുത് കേട്ടോ. അതുകൊണ്ട് ശിഹാബുദ്ദീനും ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് യേശു കർത്താവ് യോർദാൻ നദിയിൽ 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കരങ്ങൾക്ക് കീഴെ നിമഞ്ജന സ്നാനം സ്വീകരിച്ചതുപോലെ നാമും കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന അടക്ക ശുശ്രൂഷയെ ദൈവത്തിന്റെ സ്നാനമാകുന്ന ശുശ്രൂഷ ജലത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ ആ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് പുതുമനുഷ്യനായി നിത്യതയെ അവകാശമാക്കിയ ഒരു നല്ല വ്യക്തിയായി ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഈ പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏറ്റെടുക്കാൻ താങ്കൾ വിശ്വസ്തനാണെങ്കിൽ, ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ രക്ഷ കൊണ്ട് നിത്യസമാധാനം കൊണ്ട് താങ്കളെ നിറയ്ക്കുവാൻ ഞങ്ങളും പറയുന്ന ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ഇവിടെ ആഗതനായിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവം ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആ ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ആ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ രക്ഷയെ ഇന്ന് പകൽക്കാലം കരസ്ഥമാക്കുക, നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ ഉറപ്പിക്കുവാൻ നിങ്ങൾ ഇന്ന് പകൽക്കാലം വചനത്തോട് ചേർന്ന് ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. ഏറ്റെടുക്കാൻ താങ്കൾ വിശ്വസനാണോ? ഞങ്ങളോടൊപ്പം താങ്കൾക്ക് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? താങ്കൾ ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്ത് വേണ്ട, താങ്കളുടെ അധ്വാനം വേണ്ട, താങ്കളുടെ ജ്ഞാനം വേണ്ട, താങ്കളുടെ ഒരു അറിവും വേണ്ട. ഈ നിമിഷം ഞങ്ങളോടൊപ്പം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരമായിട്ട് അവിടെ നിന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ ദൈവമാണെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് അങ്ങേ ഞാൻ എന്റെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുന്നു, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ എന്ന് താങ്കളൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ നിത്യമായ രക്ഷ കൊണ്ട്, നിത്യമായ സമാധാനം കൊണ്ട് ഈ ദൈവം താങ്കളെയും നിറയ്ക്കുവാനിടയായി തീരും. ഇനി സംശയിച്ചു നിൽക്കണ്ട, ഇനി അമാന്തിച്ചു നിൽക്കണ്ട. താങ്കൾക്കുള്ള രക്ഷ സൗജന്യമായി യേശു എന്ന രക്ഷിതാവ് ദാ ഇവിടെ വിളിച്ചറിയിക്കുന്നു. താങ്കൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ അരികിൽ അടുത്തു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവമായ കർത്താവ് ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനുഗ്രഹമായി ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ശിഹാബുദ്ദീൻ പുല്ലൂർ അവരുകളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും ക്രിസ്തീയ വന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ദേശനിവാസിയുടെ ആയിരിക്കുന്ന പ്രിയ റോയിച്ചാൻ മുമ്പോട്ട് വന്ന് ഈ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, നിന്റെ ദാസന്മാരിലൂടെ ഞങ്ങൾ കേട്ട തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി ദൈവഗത പ്രകാരോട് നല്ല ജീവിതം നയിപ്പാൻ കർത്താവേ ദേശത്തോട് അവിടുത്തെ ഇടപെടണമേ എന്ന് ഞങ്ങളപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വേറൊരു തൊഴിലില്ലാഞ്ഞിട്ടല്ല, ഹല്ലേലൂയ, ജീവമുള്ള ദൈവത്തിന്റെ സത്യവചനത്തെ വിളിച്ചു ഘോഷിപ്പാൻ ഹല്ലേലൂയ എന്റെ മക്കൾ ഇറങ്ങിത്തിരിച്ചത്. സ്തോത്രം. ഈ ഉള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം അവരിലൂടെ ഹല്ലേലൂയ ദേശത്തോട് അവർ അനുഭവിച്ച നന്മ, സ്വർഗീയ അനുഗ്രഹം, ഹല്ലേലൂയ സ്വർഗീയമായ അഭിവൃദ്ധി, ഹല്ലേലൂയ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ കർത്താവേ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയാതിരിക്കും? സ്തോത്രം. ദേശത്തോട് ഹല്ലേലൂയ മാറി മാറി എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ദേശത്തിന്റെ നടുവിലൂടെ ഹല്ലേലൂയ കടന്നുപോയി അനേകർ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ അനേക ഹൃദയങ്ങൾ ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ, അനേക ഹല്ലേലൂയ പാപികൾ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. യോഗ്യമല്ലാത്ത കാലഘട്ടത്തിലൂടെ കർത്താവേ ലോകം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ രക്തത്തിനല്ലാതെ ഹല്ലേലൂയ ഒരു ലോകത്തിന്റെ ഒന്നിനും ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് മറുവിലയായില്ല. സ്തോത്രം. അവിടെ
അവിടുത്തെ ഹല്ലേലൂയ മുഴു രക്തം ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമാകുന്നു. സ്തോത്രം. ഈ സത്യവചനത്തെ വിളിച്ചു പറയുമ്പോൾ കർത്താവേ, അനേകർ മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ ഇത് മുഖാന്തരം ഇടയായി തീരാണ്. സ്തോത്രം. അനേകർ ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരും ചേർത്തുമ്പോൾ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആകാശത്തിന് കീഴിൽ ഹല്ലേലൂയ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ഏക നാമം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള ഏക സത്യദൈവമായ ദൈവത്തിന്റെ നാമമാകും. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടപ്പെട്ട വചനങ്ങളെല്ലാം ഓർത്ത് വിദേശത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദാസന്മാരെ ശക്തമായ കരങ്ങൾ ഉപയോഗിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അവർ കടന്നു പോകുന്ന ദേശങ്ങളെല്ലാം കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. അനേക ഇടങ്ങളിൽ കർത്താവിനെ വിളിച്ചോതുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ ശരീരത്തിന്റെ ബലഹീനത നീക്കി അവർക്ക് വേണ്ടുന്ന ശാരീരികമായ ബലത്തെ കൊടുക്കണമേ. മാനസികമായ ഉത്തേജനത്തെ കൊടുക്കണമേ. ഹല്ലേലൂയ. എല്ലാ പ്രയാസങ്ങളെയും നീക്കി അവർക്ക് വേണ്ടുന്ന നിറവും ആശ്വാസവും സ്വർഗം കൊടുത്ത അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മുടെ മക്കളുടെ ഹല്ലേലൂയ ഉള്ളത്തിൽ കൊടുത്ത നല്ല ആഗ്രഹത്തെ കർത്താവ് സാധ്യമാക്കിയെടുക്കും. അതിനെല്ലാം പിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പ്രവർത്തിക്കും. സ്തോത്രം. മുഴുമഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.